ആശ്വാസമായി അഭിഷേകമായി ദാസരിൽ നീ നിറയേണമേ. ശ്ലീഹന്മാരിൽ അന്നു നിറഞ്ഞപ്പോൾ മറിയത്തിൽ വന്നു നിറഞ്ഞതുപോൽ ഏലിയായിപ്പോ എലീശയിപ്പോ കൃപയാൽ നിറയാൻ മരമഴ ചൊരിയൂ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെ പറ്റിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം ദൈവത്തിൻ്റെ സന്ദേശം ദൈവജനത്തിനു എത്തിച്ചു കൊടുക്കുക എന്നതും പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുക എന്നതുമായിരുന്നു. ആരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണം എന്നത് ദൈവത്തിൻ്റെ മാത്രം സ്വന്തവും സ്വതന്ത്രവുമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. മാനുഷികമായ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് അസാധാരണമായ വിധം നിവർത്തിക്കുന്നത് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നു. ഒന്നാമതായി മോശയെപ്പറ്റി ധ്യാനിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള ഭാഗത്ത് സംസാര ചാതുര്യമില്ലാത്ത മോശയെ തിരഞ്ഞെടുത്ത ദൈവം അഭിഷേകം ചെയ്ത് ഇസ്രയേൽ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്ന ഫറവോയുടെ മുൻപിൽ ചെന്ന് ദൈവവചന പ്രകാരം മോശ അഹ്റോൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി നീട്ടുകയാണ്. അതിശക്തനായ ആ രാജാവിൻ്റെ മുൻപിൽ വടി സർപ്പമായി മാറി. ഫറവോ ആകട്ടെ തൻ്റെ മന്ത്രവാദികളെ വിളിച്ച് അവരോടും അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി സർപ്പമാക്കാൻ ആവശ്യപ്പെട്ടു. അവർ അപ്രകാരം ചെയ്തു. എന്നാൽ സർപ്പമായി മാറിയ അവരുടെ വടികളെ അഹ്റോൻ്റെ വടി വിഴുങ്ങിക്കളഞ്ഞു. സർപ്പമായി മാറിയ അഹ്റോൻ്റെ വടി വീണ്ടും സാധാരണ നിലയിലായി. ഇപ്രകാരം ചെയ്യാനുള്ള കഴിവോ ശക്തിയോ പരിശീലനമോ ഒന്നും സിദ്ധിച്ചവരല്ല മോശയും അഹ്റോനും. ദൈവമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മോശ വെറുമൊരു കാഴ്ചക്കാരനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ വിശ്വാസവരത്തിൻ്റെ അടയാളമാണ് ഇവിടെ കാണുന്നത്. രണ്ടാമതായി ഏലിയയെപ്പറ്റി ചിന്തിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 2 മുതൽ 16 വരെയുള്ള ഭാഗത്ത് ഏറ്റവും തീഷ്ണതയുള്ള പ്രവാചകന്മാരിൽ ഒരാളായിട്ടാണ് ഏലിയയെ കാണുന്നത്. ഒന്നും ഭക്ഷിക്കാനില്ലാതെ കെറീത്ത് അരുവിയുടെ സമീപം ഒളിച്ചു കഴിയുവാൻ കർത്താവ് ഏലിയായോട് ആവശ്യപ്പെട്ടു. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന ദൈവവചനത്തിൽ വിശ്വസിച്ച ഏലിയായ്ക്ക് കാക്കകൾ അത്ഭുതകരമായ വിധത്തിൽ രാവിലെയും വൈകുന്നേരവും ഇറച്ചിയും അപ്പവും നൽകിപ്പോന്നു. കാക്കകൾക്ക് ലഭിച്ച ഭക്ഷണം അവ തന്നെ തിന്നു തീർക്കുക എന്നതാണ് പ്രകൃതിയ രീതി. എന്നാൽ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി പ്രകൃതി നിയമങ്ങളെ മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അസാധാരണമായ വിധത്തിൽ ദൈവാത്മാവ് ഏലിയായെ സംരക്ഷിക്കുന്നു. ഏലിയ വീണ്ടും അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണ്, എൻ്റെ കയ്യിൽ അപ്പമില്ല, ആകെയുള്ളത് കലത്തിൽ 1 പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളി വിറക് പെറുക്കുകയാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി എനിക്കും കൊണ്ടുവരണം, പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ഇപ്രകാരം ചെയ്ത വിധവയെ പിന്നീട് ദൈവം എങ്ങനെ മുൻപോട്ട് നയിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മൂന്നാമതായി പഴയ നിയമത്തിൽ ദാനിയേലിനെ പറ്റി നമുക്ക് കാണാം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 23 വരെയുള്ള ഭാഗത്ത് പ്രകാരം കാണാം. പഴയ നിയമത്തിലെ വലിയൊരു വിശ്വാസ പുരുഷനായിരുന്നു ദാനിയേൽ. ഒരു യുദ്ധ തടവുകാരനായി ബാബിലോണിലേക്ക് കൊണ്ടുവരപ്പെട്ട ദാനിയേൽ ബുദ്ധിമാനും സുന്ദരനും ബാബിലോൺ ഭരിക്കത്തക്ക വിധത്തിലുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ വേണ്ട ബുദ്ധികൂർമ്മതയും കൃപയുമുള്ള ഒരു വ്യക്തിയായിരുന്നു.
ദൈവത്തിൽ നിന്ന് വരുന്ന ദൈവിക ജ്ഞാനം കണ്ട് ദാനിയേലിനോട് അസൂയ പൂണ്ട ബാബിലോണിയക്കാർ രാജാവിനോട് കള്ളക്കുറ്റങ്ങൾ ആരോപിച്ച് ദാനിയേലിനെ കൊടുക്കുവാൻ ശ്രമിച്ചു. തൽഫലമായി എല്ലാവരും ബാബിലോൺ രാജാവിനെ ആരാധിക്കണം എന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. ദാനിയേൽ നിയമത്തെക്കുറിച്ച് അറിഞ്ഞെങ്കിലും അവൻ്റെ വിശ്വാസം വലുതായിരുന്നു. എല്ലാവരും കാണുകയും കേൾക്കുകയും തക്കവിധം തൻ്റെ മുറിയുടെ ജനാലകൾ തുറന്നിട്ട് അവൻ തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൽഫലമായി കുറ്റം ചുമത്തപ്പെട്ട ദാനിയേൽ രാജാവിൻ്റെ മുൻപിൽ വന്നു. എങ്കിലും നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിയുവാൻ ഉത്തരവായി. സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ട ദാനിയേൽ ഉടൻ തന്നെ ആ സാഹചര്യത്തിനു മേൽ ആധിപത്യം സ്ഥാപിച്ചു. സിംഹങ്ങൾക്ക് പോലും സമാധാനമായി ഇരിക്കത്തക്ക രീതിയിലുള്ള പരിശുദ്ധാത്മശക്തി ദാനിയേലിലൂടെ പ്രവർത്തിച്ചതിനാൽ ദാനിയേലും സിംഹങ്ങൾക്കൊപ്പം സമാധാനമായി ആ കുഴിയിൽ ഉറങ്ങി. വ്യക്തിപരമായി ദാനിയേൽ ഒന്നും ചെയ്തിട്ടില്ല, ദൈവമാണ് ഇവിടെ പ്രവർത്തിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, അങ്ങയുടെ ദാനമായ വിശുദ്ധി കൊണ്ടും അങ്ങയുടെ കൃപയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ടും ഞങ്ങൾ ഓരോരുത്തരും നിറയുവാനും അങ്ങനെ ആത്മാഭിഷേകത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ ഈശോയെ, ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ ആകൃഷ്ടരാകാതെ പുണ്യസമ്പാദനത്തിൽ ഉത്സാഹരാകാനും അങ്ങയെ സ്വന്തമാക്കിയതിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും ദൈവഹിതം മാത്രം തേടിക്കൊണ്ട് ജീവിതത്തെ സ്നേഹസഹന ബലിയാക്കി മാറ്റുവാനും ആത്മാക്കളെ നേടുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളും വിശുദ്ധരായി തീരുവാൻ അങ്ങ് തിരുമനസ്സാകുകയും ചെയ്യണമേ. ആമേൻ.